ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ചോറും പപ്പടവും ചീരത്തോരനും ചെമ്മീൻ വറുത്തതും പിന്നെ ബീഫും കൂട്ടി ഒരു അടിപൊളി ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് തന്നെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും ആവശ്യത്തിന് വേപ്പിലയും ഇട്ടിട്ട് ഒരു മസാല ഉണ്ടാക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ മുളക് പൊടി, പിന്നെ മീറ്റ് മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗ്രാമ്പു, കുറച്ച് പട്ട, പിന്നെ കുറച്ച് പട്ടയുടെ ഇലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ല ഫ്ലേവർ തരും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ബീഫ് ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഈ ബീഫിനെ അങ്ങോട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം. അതിലേക്ക് നന്നായിട്ട് മസാല പിടിയുന്നവരെ അതിനെ അങ്ങ് പിഴിഞ്ഞ് ഉടയ്ക്കണം. അന്നേരം ഈ പരുവത്തിലേക്ക് എത്തുന്നവരെ നമ്മളിത് തിരുമ്മി നന്നായിട്ട് അതിനെ ഉടച്ചെടുക്കണം. അപ്പോൾ ബീഫ് നല്ല സോഫ്റ്റ് ആവും. ഇനി ഇതിനൊരു 20 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് മാരിനേറ്റ് ചെയ്തിട്ട് നേരെ അടുപ്പിലേക്ക് കയറ്റാം. അതിൻ്റെ കൂടെ നമുക്ക് പതിയെ സൈഡിൽ അടുത്ത ഡിഷിനുള്ള പരിപാടി തുടങ്ങാം. ഫസ്റ്റ് ചെമ്മീൻ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കുന്നു. ഫുഡ് ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഇത്, സബോള അരി. ഈ സബോള ബീഫ് കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എത്രയും നൈസായിട്ട് സബോള അരിയുന്നോ അത്രയും നൈസായിരിക്കും നമ്മുടെ ബീഫ് കറി. അതുകൊണ്ട് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക സബോള. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുക്കുക. ചെറിയ ഉള്ളി ഫിഷ് ഫ്രൈഡേയും ചെമ്മീൻ ഫ്രൈഡേയും ഒക്കെ ടേസ്റ്റ് അങ്ങ് മാറ്റും, വേറെ ലെവലാക്കും ഈ സാധനം. ഇതൊക്കെ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. ഈ സമയത്ത് നമ്മുടെ ബീഫ് വിസിലടിച്ച് ഉറങ്ങിയിട്ടുണ്ട്. ഒരു 5 വിസിലടിക്കുമ്പോഴേക്കും ബീഫ് വേവും. ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളാദ്യം ഈ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് അതിൽ ഇതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ സൂപ്പർ നാടൻ ബ്ലാക്ക് പെപ്പർ, പിന്നെ ഉള്ള മെയിൻ സാധനം ഇതാണ് പെരുംജീരകം, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി. ഇത്രയും മതി. പെരുംജീരകം മറക്കരുത്, അത് അടിപൊളിയാണ്, അത് മസ്റ്റ് സാധനമാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഓൾറെഡി ഇപ്പോൾ കഴുകിയെടുത്തുകൊണ്ട് വെള്ളം ഉള്ളതുകൊണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ഈ ചെമ്മീനിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെയും കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമ്മുടെ ബീഫ് കറി റെഡിയാക്കാം. നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് പച്ചമുളക് ഇട്ട് വേപ്പില ഇട്ട് അതിന് ഒന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്ത് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അടുത്തായിട്ട് നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നു ബാക്കി, അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ. അതും സബോളയും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ, കാര്യം ഞാൻ കുക്കറിൽ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല ബീഫിൻ്റെ അകത്ത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ ചേർക്കണം. കുക്കറിൽ ചേർക്കാത്തത് ബീഫ് ചില സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് 5 വിസിലൊക്കെ കഴിഞ്ഞ് നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ആഹാ, എന്താ രസം. ഇപ്പോൾ സബോളയൊക്കെ ഏകദേശം വഴറ്റി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഇതിലേക്ക് മസാലയൊക്കെ ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. ആദ്യം മല്ലിപ്പൊടി ആഡ് ചെയ്ത്, ബീഫിൽ മല്ലിപ്പൊടി മസ്റ്റാണ്, അതാണ് മെയിനായിട്ട് കയറി നിൽക്കേണ്ടത്. മീനിൻ്റെ അകത്ത് പെരുംജീരകം കയറി നിൽക്കണം, ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി കയറി നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. മല്ലിപ്പൊടി നന്നായിട്ട് വഴറ്റിയിട്ടേ വേറെ എല്ലാം ആഡ് ചെയ്യാവുള്ളൂ. ഡ്രൈ ആയിട്ട് തന്നെ മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ മല്ലിപ്പൊടിയുടെ പച്ചച്ചുവ മാറണം, അതുവരെ മിക്സ് ചെയ്യുക. എന്നിട്ട് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതുപോലുള്ള കുറച്ച് മീറ്റ് മസാല കൂടി ആഡ് ചെയ്തതാണ്. എനിക്ക് മറ്റേതിൽ ബീഫിൽ കുറവായിരുന്നു മീറ്റ് മസാല. ഇതിനിടയിൽ ഞാൻ തക്കാളി ആഡ് ചെയ്യുന്നത് മറന്നുപോയി. 2 തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. ഈ സൈഡിൽ തന്നെ നമ്മൾ ചോറ് റെഡിയാക്കുന്നുണ്ട്. ചോറൊക്കെ കഴുകി അപ്പം തന്നെ അടുപ്പിലിട്ട്. അപ്പോൾ നമ്മുടെ ഈ മസാല ഒന്ന് വെന്തപ്പോൾ ബീഫിൻ്റെ ചാറ് മാത്രം ആദ്യം ആഡ് ചെയ്തു. എന്നിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മാത്രം നമ്മൾ ഈ വെന്ത ബീഫ് അതിലേക്ക് ആഡ് ചെയ്യുള്ളൂ. ഇതൊന്ന് തിളക്കുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വെച്ച് തിളച്ച് വരുമ്പോൾ ഈ ബീഫ് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഈ സാധനം നന്നായിട്ട് ഇളക്കി പതിയെ കുറച്ച് നേരം മൂടി വെച്ച് ഒന്ന് വേവിക്കുക. എന്നിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നാടൻ ഗരം മസാല ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഓപ്പൺ ആയിട്ട് വെച്ച് കുറച്ച് നേരം വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല പെരട്ട് പോലെ ആയി കിട്ടും. നമ്മുടെ അടുത്ത ഡിഷായിട്ടുള്ള ചീരത്തോരന് നല്ല സൂപ്പർ ചീരയുണ്ട്. കഴുകി വൃത്തിയാക്കി എടുക്കുക, എന്നിട്ട് അരിയുക. ചീര അരിയുന്നതിൻ്റെ ഇടയിൽ ബീഫ് ഇടക്കിടക്ക് ഇളകി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അടി പിടിക്കും. ചോറ് ഏകദേശം വെന്ത് വരുന്നുണ്ട്, വിസിലൊക്കെ അടിച്ച് വരുന്നു.
ബീഫ് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, ഈ പരുവത്തിൽ ഓഫ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ അങ്ങ് ഫ്രൈ ചെയ്യാൻ പാടും. ആദ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ചെമ്മീൻ അങ്ങ് നിരത്തുക. പാത്രം ഫുള്ളങ്ങ് സെറ്റായി. ചെമ്മീൻ നല്ലപോലെ പരന്ന് പാത്രത്തിൽ സെറ്റാകുന്ന പോലെ അങ്ങ് നിരത്തുക. കുറച്ച് കഴിയുമ്പോൾ അത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് അതിനെ അങ്ങ് മൂപ്പിച്ച് ഏകദേശം ഈ പരുവത്തിലേക്ക് എത്തിക്കും. ഇപ്പോൾ അതൊരു അൾട്ടിമേറ്റ് ചെമ്മീനായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാം. അതിനും ആദ്യം തന്നെ കടുക് പൊട്ടിക്കുന്നു. ഇതേപോലെ തന്നെ പച്ചമുളകും വേപ്പിലയും, പച്ചമുളകില്ല മറന്നുപോയി, വേപ്പില മാത്രമേ ഉള്ളൂ. പിന്നെ ചീരയുടെ തണ്ട് ആദ്യം വേവിക്കുക, അല്ലെങ്കിൽ ഇല ആദ്യം വെന്തവും. തണ്ടൊന്നും ജസ്റ്റ് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഇല അഴിയുക. ഇപ്പോൾ പാത്രത്തിൽ ഒരുപാട് ഇല കാണുന്നുണ്ടെങ്കിലും ഇതൊന്ന് ആവി അടിച്ച് കഴിയുമ്പോൾ അതാ ഇത്രയായി മാറും. ചീരയ്ക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ, ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം. പിന്നെ കുറച്ച് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു. നമ്മുടെ ചീരത്തോരൻ റെഡിയാണ്. ഇത്രയുള്ള പരിപാടി, സിമ്പിൾ. ഈ സമയത്ത് ചോറൊക്കെ ഊറ്റിയെടുത്ത് ഞാൻ ചോറൊക്കെ റെഡിയായി. ഒരു പപ്പടം കൂടി അങ്ങോട്ട് കാച്ചി കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡ് റെഡിയായി.